1.5 സ്പൂൺ തൈര്, 1 സ്പൂൺ അരിപ്പൊടി, കുറച്ച് തേൻ ഒഴിക്കുക. നമ്മൾ പാക്കിനുള്ളത് എടുക്കുക കേട്ടോ. കുറച്ച് തേന്. പിന്നെന്താ നമുക്ക് വേണ്ടത്? പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങാ നീരാണ്. നാരങ്ങാ നീര് നമ്മൾ സാധാരണ നാരങ്ങ ഒരു ബ്ലീച്ചിങ് സെൻസാണ് നാരങ്ങാ നീരെന്ന് പറയുന്നത് കേട്ടോ. അപ്പം നാരങ്ങാ നീര് ഒഴിക്കുക. തേൻ ഒഴിച്ച്, തേനെന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റിങ് ഉണ്ടാകുന്ന സാധനമാണ് ഈ തേന്. അപ്പം തേനും അരിപ്പൊടി എന്ന് പറയുന്നത്, നമ്മൾ അരിപ്പൊടി എന്തിനാണ് ഇടുന്നതെന്ന് അറിയാം. അരിപ്പൊടി നമ്മുടെ വൈറ്റ് ഹെഡ്, പിന്നെ ബ്ലാക്ക് ഹെഡ്, ഇതൊക്കെ ആണെങ്കിൽ ഇളകിപ്പോയിക്കുള്ളൂ. നമ്മുടെ മൂക്കിനും ചുണ്ടിനും ചുറ്റുമൊക്കെ വരത്തില്ലേ, അതൊക്കെ നല്ലവണ്ണം ഇളകിപ്പോവും. തൈരെന്ന് പറയുന്നത് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉള്ളതാണ്. തൈരും പിന്നെ എന്താ തൈരും തേനും ഒക്കെ തേനൊക്കെ നല്ലവണ്ണം ഗ്ലോ ആകുന്ന സാധനമാണ്. നാരങ്ങാ നീരെന്ന് പറയുന്നത് ബ്ലീച്ചിങ് ഇതുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ തൈരും ബ്ലീച്ചിങ് ഉള്ളതാണ്. അപ്പോൾ ഇത് ഇത്രയും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യുക. എന്തൊക്കെയാണ് ഉപയോഗിച്ചത്? നമ്മൾ 1.5 സ്പൂൺ തൈര്, നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ്, തേന്, അരിപ്പൊടി, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. കണ്ടോ, ഞാൻ മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിനി ഇത് മുഖത്തോട്ട് അപ്ലൈ ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പം കൂട്ടുകാരി, ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടെ. നോക്കാനൊന്നുമില്ല, ഞാനിത് നേരത്തെ ചെയ്യുമായിരുന്നു. ഇപ്പം എനിക്ക് ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഞാനിപ്പം ചെയ്യാത്തത്. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും നമ്മുടെ ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ വരുന്ന ബ്ലാക്ക് ഹെഡ്സ്, ചുണ്ടിൻ്റെ ചുറ്റും വരുന്ന അതൊക്കെ മാറും. അതുപോലെ ഫേസ് നല്ല ഗ്ലോ വരും. ഓക്കെ, അപ്പം ഞാനിതൊന്ന് ട്രൈ നിങ്ങളെ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. കട്ട് ചെയ്ത് ഇനി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിത് കഴുത്തേലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്താണെന്നറിയാം, അല്ലെങ്കിൽ കളർ ചേഞ്ച് നമുക്ക് അറിയാൻ പറ്റും. ഇത് കാരണം നല്ലവണ്ണം ഗ്ലോ ആകുന്ന, നല്ലവണ്ണം ഇത് ഗ്ലോ ആകും. അപ്പം കളർ ചേഞ്ച് മനസ്സിലാകും. അതുകൊണ്ട് നമ്മൾ കഴുത്തേലും കൂടെ കുറച്ച് തേച്ച് കൊടുക്കുക, ചെവിയിലും ഒക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. എൻ്റെ തീരാറായി, ഞാനിപ്പോൾ ഒരുവിധം ഫിനിഷായി. കണ്ടിട്ടാരും പേടിക്കല്ലേ. കണ്ടോ, നമ്മളിത് കഴുത്തേലും ഒക്കെ നല്ലോണം ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം എന്തായാലും ഇത് ഇത്രയും അധികം വന്നു. അപ്പോൾ അവിടെ എവിടെയൊക്കെ അങ്ങ് തേച്ച് കൊടുക്കുവാണേ. നമ്മുടെ ചെവിയിലും ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. ചെവിയൊക്കെ പുറത്ത് ഇപ്പം പിന്നെ എല്ലാവരും മുടിയൊക്കെ മറച്ചിട്ട് ഫാഷനല്ലേ, മുടിയൊക്കെ നമ്മൾ ചെവിയിലോട്ടൊക്കെ മറിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നാലും ചെവിയിലും കൂടെ ഒക്കെ ഇച്ചിരി ഇട്ട് കൊടുക്കുക. ചെവിക്കകത്തോട്ട് പോകരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ, ചെവിക്കകത്ത് പോവല്ലേ. അപ്പം നമുക്കിനി ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിത് നല്ല പച്ചവെള്ളത്തിൽ ഐസ് വാട്ടറിലോ കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാനിത് റിമൂവ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. യാതൊരു സൈഡ് എഫക്റ്റും ഉള്ള സാധനമല്ല ഇത്. എല്ലാം നമ്മുടെ നാടൻ സാധനങ്ങൾ. എന്തൊക്കെയായിരുന്നു? നാരങ്ങാ നീര്, തേന്, അരിപ്പൊടി, തൈര്, ഇത്രയും സാധനം, ഈ 4 കൂട്ടേ ഉള്ളൂ. അപ്പം നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. നിങ്ങൾ യൂസ് ചെയ്യുക. പ്രത്യേകിച്ചും ഡാർക്ക് സ്പോട്ട്, ബ്ലാക്ക് ഹെഡ്, വൈറ്റ് ഹെഡ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കുറേ ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം ഇളകിപ്പോകും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്കത് പ്രയോജനമാണെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അപ്പോൾ എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും തരിക. ഓക്കെ, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് വന്നു. എങ്ങനെയുണ്ട് എൻ്റെ മുഖം? കൊള്ളാവോ? ഇപ്പം നല്ല പിടിക്കാനൊക്കെ നല്ല സ്മൂത്ത് കേട്ടോ, നല്ല സുഖമുണ്ട് പിടിക്കാൻ. കാരണം ആ തൈര് മാത്രമായിട്ട് തേച്ചാലും നമ്മുടെ സ്കിന്നൊക്കെ അങ്ങ് സോഫ്റ്റ് ആകും. അപ്പോൾ ഈ പാക്ക് നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കണം കേട്ടോ. ഇത് നല്ല പാക്കാണ്, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഒരു ദിവസം മുടങ്ങാതെ ഞാൻ ഈ പാക്ക് ഇടുമായിരുന്നു. ഇപ്പം പിന്നെ ടൈം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഇടാറില്ല. എങ്ങോട്ടെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴൊക്കെയാണ് ഒന്ന് ഇടുന്നത്. ഫംഗ്ഷന് പോക്ക് തന്നെ കുറവാണ്. അപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് കമൻറ്റ് തരിക. ഇത് നല്ലതാണ് കേട്ടോ, എല്ലാവരും ഉപയോഗിക്കണം. വെറും 3 ഇൻഗ്രീഡിയൻസ് അല്ലേ ഉള്ളൂ, തേനും തൈരും, പിന്നെ 4 ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. തേന്, തൈര്, അരിപ്പൊടി, നാരങ്ങാ നീര്. ഇത് നാരങ്ങാ നീര് തേന് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അരിപ്പൊടിയും തൈരും മാത്രം ഇട്ടാലും മതി. നല്ലതാണ്, നമുക്ക് സ്കിൻ ഗ്ലോ ആകും. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യുക. അപ്പം ഈ വീഡിയോ ഫുൾ കാണണേ. താങ്ക് യു എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു ഓൾ. ലവ് യു.